മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടാണ്ടേ ബ്രെഡും മുട്ടയും വെച്ചൊരു സിമ്പിൾ ഐറ്റം. എന്നാ ബാണ്ടാക്ക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമ്മുടെ ബ്രെഡിനെ അങ്ങോട്ട് തണുപ്പിക്കുക. ചൂടൊക്കെ അല്ലേ. പിന്നെ കുനുകുന അരിഞ്ഞു വെച്ച സവോള, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് മുക്കിയെങ്കിലേ പിന്നെ വീട്ടിലുണ്ടാക്കിയ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിനിടണം പൊട്ടിച്ചിട്ടോ. അരി കടലമാവ് 3 ടേബിൾ സ്പൂൺ വീതം ഒരേ അളവില്. പേരിനൊരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല. ഇനിയിപ്പോ കടലമാവ് നിർബന്ധമാണ് ചോദിക്കണ്ട കേട്ടോ. നിർബന്ധമാണ്, നോ കോംപ്രമൈസ്. ഇവിടെ 4 പേരുള്ളോണ്ടേ 4 മുട്ട എടുത്ത് പുഴുങ്ങിയെങ്കിലും 3 ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ബാക്കിയുള്ളൊരെണ്ണം ആരും കാണാണ്ട് ഫ്രിഡ്ജ് കയറ്റി. ഒരു കാര്യം പറയാൻ മറന്നു. ഇത് കണ്ടോ കിടക്കണ കിടപ്പ്, ആളൊഴിഞ്ഞപ്പോ സ്റ്റോപ്പ് പോലെ. ഗ്യാസില്ലെന്നേ. എന്തെല്ലാവട്ടെ, ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യം ഇടുമ്പോഴേ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടണേ. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെച്ചോ. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ അടുപ്പത്ത് വെച്ചിട്ട് കഥ പറയുമ്പോൾ ഉണ്ടാ കരിഞ്ഞ കരിമാക്കത്തിയോ കേട്ടോ. എന്നാ പിന്നെ വേഗം ഒരു ബ്രെഡ് അങ്ങോട്ട് വാങ്ങിക്കല്ലേ. നോമ്പുറക്കം എന്തോരം സമയമുണ്ട്. കുറച്ചേരം കൂടി ഫോണിൽ തോണ്ടി കളിക്കുക, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക ഉണ്ടാക്കാനേ. പിന്നെ അത് അതുപോലെ എടുക്കുക, അങ്ങോട്ട് മുക്കുക, അങ്ങോട്ട് പൊട്ടിക്കുക, അങ്ങോട്ട് കഴിക്കുക. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ. ടാറ്റാ.